ഹായ് എവരി വൺ, ഫോക്കസ് സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ SLC ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ഇത്രയും കോൺസെപ്റ്റാണ് നമുക്ക് ഫസ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത്. ഓസിലേഷൻ, ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് പീരീഡ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസൊണൻസ്, വേവ് മോഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്, വേവ് ലെങ്ത്, റിഫ്ലക്ഷൻ of sound, echo, persistence of hearing, reverberation, limits of audibility, use of ultrasound, tsunami. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ്. ഇതിൽ നിന്ന് ഏകദേശം ചാൻസ് ക്വസ്റ്റ്യൻസ് വരാൻ 5 മാർക്ക്, 15, 21 മാർക്കിന് വരും പരീക്ഷ. അപ്പോൾ അടുത്തതിൽ ഫസ്റ്റ് ഓസിലേഷൻ എന്താ നോക്കുമ്പോൾ, ഇത് ഇക്വിലിബ്രിയം, ഇതിന് മിഡാണ്. ഇത് ഇക്വിലിബ്രിയം. ഇവിടെ നിന്ന് ഇവിടെ പോയി തിരിച്ച് ഇവിടെ പോയി ഇവിടെ വരുന്നതിനെയാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈസ് എ പീരിയോഡിക് മോഷൻ വിച്ച് ഒബ്ജക്റ്റ് മൂവ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം അബൌട്ട് ഇക്വിലിബ്രിയം. ഇവിടെ പോയി ഇവിടെ നിന്ന് തിരിച്ച് ഇവിടേക്ക് വന്ന് ഇവിടെ എത്തണം അറ്റ് സെയിം ടൈം. ഓക്കെ. അടുത്ത ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ്, ദ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വൺ സൈഡ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. വൺ സൈഡിലേക്കുള്ള മാക്സിമം ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ പോയി തിരിച്ച് ഇവിടെ പോയി ഇവിടെ വരണം. ഇതാണ് വൺ ഓസിലേഷൻ. ഇത് പെൻഡുലം O A B. ഓന്ന് ഇവിടെ പോയി ഇവിടെ നിന്ന് ഇവിടെ പോയി ഇവിടെ തിരിച്ചു വരണം. ഇതിലാണ് വൺ ഓസിലേഷൻ. പീരീഡ്, വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഒന്ന് എ പോയി ബിയിൽ വരണം, അതിൽ വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ടൈമാണ് പീരീഡ്. The question: if a 1 minute to complete 113 oscillation, how long does it take complete one oscillation? ഇതാണ് ഇതിൽ ഒരു പെൻഡുലം എടുക്കുന്ന ടൈം 1 മിനിറ്റാ. 13 ഓസിലേഷൻ and 1 മിനിറ്റിന് 1 minute equal to 60 second. 60 second by 30 equal to 0.5. ഒരു അര ഓസിലേഷനാണ് ഒരു സെക്കൻഡിൽ നടക്കുന്നത്. അന്നേരം 1 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡാണ് എടുക്കുക. രണ്ടാം ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. ഫ്രീക്വൻസി, ഈ ഓസിലേഷൻ്റെ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു കംപ്ലീറ്റ് 1 ഓസിലേഷനാണ്. ഇവിടുന്ന് എ ബി സി. ബിന്ന് എ പോയി സി പോയി ബിയിലെത്തണം. എന്ന് സി പോകണം, ബിന്ന് എ പോകണം, എന്ന് സി പോകണം. അങ്ങനെ എത്തുന്നതാണ് 1 ഓസിലേഷൻ. അത് സെക്കൻഡിൽ എത്ര എന്നുള്ളതാണ് ഫ്രീക്വൻസി. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി, പീരീഡ്. Length and frequency is inversely proportional. Frequency and period is inversely proportional. Length increase ചെയ്യുമ്പം frequency, when L increase, F decrease. F increase, L decrease. ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ. പിന്നെ ഫ്രീക്വൻസി ഡിക്രീസ്
ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത ടൈം പീരീഡ് ഡിക്രീസ് ചെയ്യും. ഇതാണ് സെക്കൻഡ് കേസ്. അങ്ങനെ വരുമ്പം എഫ് ഈക്വൽ ടു 1/t നമുക്ക് പറയാം. ആസ് പീരീഡ് ഇൻക്രീസ് ഫ്രീക്വൻസി ഡിക്രീസ്. പീരീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്തായാലും ഡിക്രീസ് ആവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ ഫ്രീക്വൻസി, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസൊണൻസ്. ഇത് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇതിൽ മെയിൻ പാർട്ട് 4 മാർക്ക് അപ് ടു ക്വസ്റ്റ്യൻ റെസൊണൻസ് എന്ന് വരാം. 4 മാർക്ക്. ഫസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി. വെൻ ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഫ്രീലി ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക, അതിൻ്റെ ഓൺ ഫ്രീക്വൻസി, ഒരു എക്സ്റ്റേണൽ ഫോഴ്സും അതിന് ആവശ്യമില്ല. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടേബിള്, അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു മിക്സി വെച്ചെന്ന് വെച്ചോ, അത് വൈബ്രേറ്റ് ചെയ്താൽ ആ ടേബിളും വൈബ്രേറ്റ് ചെയ്യും. അത് നിന്നാൽ ടേബിളിൻ്റെ വൈബ്രേഷൻ നിൽക്കും. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്റ്റേണൽ വൈബ്രേഷൻ. എക്സ്റ്റേണൽ വൈബ്രേഷനിൽ വരുന്നതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. റെസൊണൻസ്, ഇതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഭാഗം ഇതിൽ. ഈഫ് ആൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ്. ഇവിടെ ഒരു ഫോഴ്സിങ് ഒബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ ടേബിളിൽ, മിക്സി. ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ഫോഴ്സ് സ്റ്റെപ്പ്. ഇതിൻ്റെ ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പം അത് സെറ്റ് ടു ബി ഇൻ റെസൊണൻസ്. ദ ഒബ്ജക്റ്റ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അത് വൈബ്രേറ്റ് ചെയ്യുക മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ചെയ്യും. ഈ കേസിൽ ഇതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇവിടെ വരുന്നോ അതിലായിരിക്കും റെസൊണൻസിലാവുന്ന ടൈമിൽ അത് വൈബ്രേറ്റ് ചെയ്യുക. പിന്നെയുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ്. ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, ലെങ്ത്ത്, സൈസ്, എലാസ്റ്റിസിറ്റി, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത്രയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ആപ്ലിക്കേഷൻ. MRI സ്കാനിങ് ലഭിക്കും, റേഡിയോ ടോണിങ്ങിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ലഭിക്കും, സ്റ്റെതസ്കോപ്പ്, മെഗാഫോണ്, ഹോണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ടെമ്പറ്റ്, നാദസ്വരം, ഇതിലൊക്കെ ഇത് ഉപയോഗിക്കും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വേവ് മോഷൻ. വേവ് മോഷൻ നമുക്ക് 2 ക്ലാസ് ചെയ്യാം. ഫസ്റ്റ് വേവ് മോഷൻ എന്തെന്ന് പറയാം. വേവ് മോഷൻ ഇറ്റ്സ് കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അനദർ. ഒരു കണ്ടിന്യൂസ് എനർജീൻ്റെ ട്രാൻസ്മിഷനാണ്. ഇതിപ്പോൾ ഒരറ്റം ഇവിടെ നിന്ന് എനർജി ഇവിടം വരെ എത്തുന്നത് ഇതാണ്. ത്രൂ ഓസിലേഷൻ വഴി എത്തുന്നതാണ് ഒരു വേവ് എന്ന് പറഞ്ഞാൽ, വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ. വേവ് മോഷൻ 2 തരമുണ്ട്. ഒന്ന് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവും മെക്കാനിക്കൽ വേവും. മെക്കാനിക്കൽ വേവിന് മീഡിയം ആവശ്യമാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് നോ മീഡിയം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള സൗണ്ട് ഓഫ് വേവ്സ്, റിപ്പിൾസ് ഓൺ വാട്ടർ സർഫസ്, അതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് ഇത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ എക്സാമ്പിൾ വരുന്നത് റേഡിയോ വേവ്, ലൈറ്റ് വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് റേ, അൾട്രാവയലറ്റ് റേ, ഗാമാ റേ, ഇതൊക്കെയാണ്. പിന്നെ റേഡിയോ വേവ്സ് അങ്ങനെയുള്ള. പിന്നും മെക്കാനിക്കൽ വേവിനെ 2 ടൈപ്സ് ആക്കി ക്ലാസിഫൈ ചെയ്യും. ലോഞ്ചിറ്റ്യൂഡൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. Longitudinal waves are those in which particle medium parallel to the direction of propagation. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സംഭവമാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. നമ്മളെ വോയിസ് അയക്കുമ്പോൾ ഉണ്ടാകുന്ന പാറില്ലേ, ഇങ്ങനെ വരും, അതാണ് ലോഞ്ചിറ്റ്യൂഡ്. ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെ വരില്ല. വെൻ പാർട്ടിക്കിൾ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലറി, മുകളിലോട്ടും താഴോട്ടും, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആൾ കോൾഡ് ട്രാൻസ്വേഴ്സ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. പാർട്ടിക്കിൾ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, കംപ്രക്ഷൻ ആൻഡ് റയർഫാക്ഷൻ. ഈ വരയിലുണ്ടാകുന്ന ഡിഫറൻസ് ആണ് കംപ്രക്ഷൻ ആൻഡ് റയർഫാക്ഷൻ. പ്രഷർ വേരിയേഷൻ ഒക്യുവർ മീഡിയം, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്കിൾ ഓഫ് മീഡിയം വൈബ്രേറ്റ്
പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനിൽ പെർപെൻഡിക്കുലറായിട്ട് ഇതാവുന്നതാണ് അത്. നോ പ്രഷർ വേരിയേഷൻ, അതിൽ മീഡിയം ഇല്ലാത്തതുകൊണ്ട് പ്രഷർ വേരിയേഷൻ ഉണ്ടാവില്ല. എക്സാമ്പിൾസ് അതിലുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്, ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്. ഇതാണ് 4 ക്യാരക്ടറിസ്റ്റിക്സ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഓക്കെ ഫസ്റ്റ് തന്നെ, പീരീഡും അത് തന്നെ, ഫ്രീക്വൻസി തന്നെ. ഇവിടെ ഡിഫറൻസ് വരുന്ന വേവ് ലെങ്ത്താണ്. വേവ് ലെങ്ത് പുതിയൊരു ടോപ്പിക്കാണ്, ഫസ്റ്റ് പഠിച്ചിരുന്നു. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാർട്ടിക്കിൾ ഓൺ ദ സെയിം ഫേസ്. ഇതൊരു വേവാണ്, ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, അതാണ് അതിൻ്റെ ഒരു വേവ് ലെങ്ത്. അതേപോലെ ഇവിടെ വരുന്നുണ്ട് വേവ് ലെങ്ത്. ത്രൂ ഓൾസോ വേവ് ലെങ്ത് ട്രാൻസ്ഫേഴ്സ് വേവ് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റയർഫ്രാക്ഷൻ കംപ്രഷൻ. റയർഫ്രാക്ഷൻ കംപ്രഷൻ തമ്മിലുള്ളതാണ് 2 കോൺസിക്യൂട്ടീവ് ഇതില്ല. The Greek letter lambda used to denote wavelength, unit meter, wavelength transverse wave. അതിൻ്റെ ഡയഗ്രം കാണാം ഇവിടെ. സ്പീഡ് ഓഫ് വേവ്, ദ സ്പീഡ് ഓഫ് വേവ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഇൻ 1 second. ഈ വേവ് ഇതൊരു മീഡിയം ഇത്രയും ദൂരം 1 second പോയി എന്ന് വിചാരിക്കുക. അതാണ് ആ വേവിൻ്റെ സ്പീഡ്. എത്ര ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഫോം ചെയ്ത് നോക്കിയാൽ ദ സ്പീഡ് കോൺസ്റ്റൻറ്റ് ടു ഫ്രീക്വൻസി, ദ വേവ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. സ്പീഡ് കോൺസ്റ്റൻ്റ്, എസ് കോൺസ്റ്റൻറ്റ്, ഫ്രീക്വൻസി ഓഫ് ദ വേവ് എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. എഫ് ഇൻക്രീസ് ചെയ്താൽ ലാംഡ ഡിക്രീസ് ചെയ്യും. അത്രമാത്രം മനസ്സിലാക്കുക. The relation between the speed of wave, frequency and wavelength. The relation between speed of wave and frequency of wavelength. Speed of wave into f into lambda. V equal to f in f lambda. Thus is found speed of wave product wavelength as its frequency. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അത് ഇതിൻ്റെ PDF ഗ്രൂപ്പിലിട്ട് തരും. ഇത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്ന ഈ ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇത് തിരിച്ചു വരുന്ന അന്ന് റിഫ്ലക്ഷൻ, ഒരു സൗണ്ട് മാത്രം തിരിച്ചു വരുന്ന റിഫ്ലക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് റിഫ്ലക്ഷൻ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ കുറേ പ്രാവശ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എക്കോ, ഒരാൾ മലേൻ്റെ മുകളിൽ നിന്ന് ഇവിടുത്തെ സാരിയിലേക്ക് ഇതാക്കുക. 17.5 മീറ്ററാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അന്നേരം അവിടെ എക്കോ സംഭവിക്കും. എക്കോ എന്ന് വെച്ചാൽ ആഫ്റ്റർ ഒറിജിനൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ്ങിന് ശേഷം ആയിരിക്കണം, 1/10 സെക്കൻഡിന് ശേഷം ആയിരിക്കണം കേൾക്കുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ് 1/10 സെക്കൻഡ്, 0.1 സെക്കൻഡാണ് നമ്മുടെ സൗണ്ട് കേൾക്കുക. അത് സൗണ്ട് ഒരുമിച്ച് കേൾക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് കേൾക്കും. 2 സൗണ്ട് ഒരേ സമയം ചുവട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ഒരുമിച്ച് കേൾക്കും.